ടിനി ടോമിനെതിരെ പരാതിയുമായി അമ്മയിലെ കൂടുതൽ സ്ത്രീകൾ രംഗത്ത്. ടിനി ടോം കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ചെന്ന് നീന കുറുപ്പ്. ടിനി ടോം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും അമ്മയ്ക്ക് നൽകിയ പരാതിയിൽ നീന കുറുപ്പ് വ്യക്തമാക്കുന്നു. മറ്റംഗങ്ങൾക്കും ടിനി ടോമിന്റെ ക്രൂരതകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അൻസിബയെ മതതീവ്രവാദിയാക്കാൻ ടിനി ടോം ശ്രമിച്ചതിന് സാക്ഷിയെന്നും നീന കുറുപ്പ് പറയുന്നു. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് നമ്മോടൊപ്പം ചെയ്തത്. സഹിൻ, ഈ അൻസിബ ഒരു പരാതിയുമായി വന്നതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ നീന കുറുപ്പ്, അതായത് കൂടുതൽ സ്ത്രീകൾ കൂടി ടിനി ടോമിനെതിരെ പരാതിയുമായി രംഗത്ത് വരികയല്ലേ? അഞ്ജലി, അങ്ങനെ പറയാൻ കഴിയില്ല. അൻസിബയുടെ പരാതിയേക്കാൾ മുന്നേ ഉള്ള പരാതിയാണ് നീന കുറുപ്പിന്റെ പരാതി. ആ പരാതിയിൽ അമ്മ താരസംഘടന ഇതുവരെയും നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തം. നീന കുറുപ്പിന്റെ പരാതി ഏറെ ഗൗരവ സ്വഭാവമുള്ളതാണെന്ന് മനസ്സിലാകുന്നു. ടിനി ടോം തന്നെ കേട്ടാൽ അറക്കുന്ന തെറി വിളിച്ചതായി നീനയുടെ പരാതിയിൽ പരാമർശിക്കുന്നുണ്ട്. ആ പരാതിയിൽ അവർ വിളിച്ചിരിക്കുന്ന തെറി അടക്കമാണ് എഴുതി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ടിനി ടോം തന്നെ കയ്യേറ്റം ചെയ്യാൻ വന്നതായും നീനയുടെ പരാതിയിൽ പറയുന്നു. അമ്മ ഓഫീസിൽ വെച്ചാണ് ടിനി ടോമിന്റെ ഭാഗത്തു നിന്ന് പല മോശം രീതികളും തനിക്ക് നേരിടേണ്ടി വന്നതെന്നും ഈ പരാതിയിൽ പരാമർശമുണ്ട്. മറ്റംഗങ്ങൾ പിടിച്ചുമാറ്റിയത് കൊണ്ടാണ് മർദ്ദനമേൽക്കാതിരുന്നതെന്നും നീന പരാതിയിൽ പറയുന്നു. തന്റെ ആത്മാഭിമാനം നശിപ്പിക്കുന്ന തരത്തിലായിരുന്നു ടിനി ടോമിന്റെ പ്രവൃത്തിയെന്നും നീന കുറുപ്പിന്റെ പരാതിയിലുണ്ട്. തനിക്ക് മാത്രമല്ല മറ്റംഗങ്ങൾക്കും ടിനി ടോമിന്റെ ക്രൂരതകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നീന കുറുപ്പ് ഈ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ടിനി ടോമിന്റെ പ്രവൃത്തിയിൽ വനിതാ അംഗങ്ങൾ പരാതി തുറന്നു പറയാൻ ഭയക്കുന്നതായും നീന കുറുപ്പ് പറയുന്നു. കൂടാതെ അൻസിബയുടെ പരാതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ടിനി ടോം തന്നെ തീവ്രവാദിയാക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു. അതിന് ഒരു സാക്ഷി കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് നീന കുറുപ്പിന്റെ പരാതിയിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. ടിനി ടോം ഒരു എക്സിക്യൂട്ടീവ് അംഗത്തെ തീവ്രവാദിയാക്കാൻ ശ്രമിച്ചതിന് താൻ സാക്ഷിയാണെന്ന് നീന കുറുപ്പിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവ് അംഗത്തെ ടിനി ടോം തീവ്രവാദിയാക്കാൻ ശ്രമിച്ചു. കൂടാതെ രണ്ടാനച്ഛനെ ചേർത്ത് അവർക്കെതിരെ ടിനി ടോം ലൈംഗിക കഥകൾ പടച്ചുവിട്ടതായും നീന കുറുപ്പ് പറയുന്നുണ്ട്. ടിനി ടോമിനെതിരെ ശക്തമായ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇത്രയും ഗൗരവകരമായ പരാതി നൽകിയിട്ടും അമ്മ എക്സിക്യൂട്ടീവ് ഈ പരാതി പോലീസിന് കൈമാറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. പരാതി അവിടെ തന്നെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. പരാതിയിൽ ഇതുവരെയും നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല, കാര്യമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും ടിനി ടോമിനെതിരെ വന്നിരിക്കുന്നത് ഗൗരവ സ്വഭാവമുള്ള പരാതിയാണ്. പ്രത്യേകിച്ചും ഒരു സ്ത്രീ നൽകിയ പരാതി എന്നുള്ള നിലയിൽ അതിന്റെ ഗൗരവം ഒട്ടും കുറച്ചു കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പരാതി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഉറവിടമായി മാറുമെന്നുള്ളത് വ്യക്തമാണ്. അഞ്ജലി, സഹിനി, അൻസിബ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്മ എടുക്കുന്ന നിലപാട് എങ്ങനെയാണപ്പോ? അൻസിബയുടെ പരാതിയിലും അമ്മ താരസംഘടനയിൽ നിന്നും കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല. അതായത് ടിനി ടോമിനെ സഹായിക്കുന്ന തരത്തിലേക്ക് താരസംഘടന മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, സ്ത്രീകളുടെ പരാതിയിൽ പലപ്പോഴും അമ്മ താരസംഘടനയിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കാറില്ല. പലപ്പോഴും പരാതികൾ തടയപ്പെടുന്നു, അല്ലെങ്കിൽ പൂഴ്ത്തിവെക്കപ്പെടുന്നു എന്ന്. എന്തായാലും അതിന് ഉത്തമ ഉദാഹരണമായി ഈ രണ്ട് പരാതികളെയും കാണേണ്ടതാണ്. പ്രത്യേകിച്ചും നീന കുറുപ്പിന്റെ പരാതി എന്ന് പറയുന്നത് ഏറെ ഗൗരവ സ്വഭാവമുള്ള പരാതിയാണ്. പോലീസിന് കൈമാറേണ്ട പരാതിയാണ്. ആ സ്ത്രീ അതിൽ പറയുന്നത് തന്നെ കേട്ടാലിറക്കുന്ന തെറി ടിനി ടോം വിളിച്ചു എന്നുള്ളതാണ്. ആ തെറി അടക്കമാണ് ഈ സ്ത്രീ എഴുതി വെച്ചിരിക്കുന്നത്. നീന കുറുപ്പ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, നീന കുറുപ്പ് പറയുന്നത് തന്നെ ഇദ്ദേഹം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, അതിന് സാക്ഷികളുണ്ട്, അതിന് ചില അംഗങ്ങൾ പിടിച്ചുമാറ്റിയത് കൊണ്ട് മാത്രമാണ് തനിക്ക് കയ്യേറ്റം ഏൽക്കാതിരുന്നത്, താൻ രക്ഷപ്പെട്ടത്. പക്ഷേ ആർക്കും ടിനി ടോമിനെതിരെ ഒന്നും പറയാൻ കഴിയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ ഭയപ്പെടുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരെ മർദ്ദിക്കാൻ ചെല്ലുന്ന തരത്തിൽ ഈ ടിനി ടോം പെരുമാറുന്നു എന്നുള്ളതാണ്. എന്തായാലും ഏറെ ഗൗരവ സ്വഭാവമുള്ള പരാതിയാണ്, പോലീസിന് കൈമാറേണ്ട പരാതിയാണ്. എന്നാൽ താരസംഘടനയായ അമ്മ ആ പരാതിയിൽ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അഞ്ജലി, ശരി. നടൻ ടിനി ടോമിനെതിരെ കൂടുതൽ പരാതികളുമായി താരങ്ങൾ രംഗത്ത് വരികയാണ്. ഉടൻ തന്നെ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വിവരങ്ങൾ നൽകിയത് സഹിൻ ആന്റണിയാണ്.